ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റായിട്ട് 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് വശമാണ് നമ്മളിപ്പം ഫസ്റ്റായിട്ട് അളന്നെടുക്കുന്നത്. അപ്പോൾ ഇനി കഴുത്തകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഷോൾഡർ അകലം 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കഴുത്തകലം മുതൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ വരെയുള്ള അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഈ ഒരു 5.5 ഇഞ്ച് തന്നെയാണ് കൈക്കുഴി വരെ വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത്. ഈ ഒരു അളവ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അഞ്ചര ഇഞ്ചിൻ്റെ പകുതി 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ഇതുപോലെ ഒരു കർവ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ ഈ ഹാം ഹോളിനെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ഇഞ്ചാണ്. 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ മൊത്തം 9 ഇഞ്ചാണ് കിട്ടുന്നത്. ചെസ്റ്റിൻ്റെ വണ്ണം 9 ഇഞ്ചിനെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. നമ്മുടെ വണ്ണം 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ കൂടെ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ അടയാളപ്പെടുത്തുന്നുണ്ട്. മൊത്തത്തിലുള്ള കഴുത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ചാണ് വരുന്നത്. വിടുത്ത് വരുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ മുകളിൽ വന്നിട്ടുള്ള അതേ അളവാണ് ഇവിടെ താഴെയും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയോ? കഴുത്തിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. ഇനി മൊത്തം ലെങ്ത്തിനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 14.5 ഇഞ്ചാണ് മൊത്തം ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു 14.5 ഇഞ്ചിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മടക്കി വെക്കാനുള്ള ആ ഒരു തുമ്പാണ് കേട്ടോ. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 സ്ട്രെയിറ്റ് ലൈനുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വണ്ണം അളന്നെടുക്കണം. അപ്പോൾ 7.5 ഇഞ്ചാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു 1/4 ഇഞ്ചിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് 7.5 ഇഞ്ചിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ടെക്ക് ഇടുന്ന സമയത്ത് പോകുന്ന തുമ്പാണ് കേട്ടോ. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ ഇട്ടതുപോലെ തന്നെ 1.5 ഇഞ്ച് തുമ്പായിട്ട് കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 3 അളവുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം മൊത്തം നമുക്ക് വേണ്ട ആ ഒരു അളവുണ്ടല്ലോ, 7.5 ഇഞ്ച് എടുത്തിട്ടുള്ള ആ ഒരു അളവിൻ്റെ പകുതി നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. ടെക്കിനായിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ അടയാളത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടെക്കിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് 3 ലൈൻസ് ആയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന രീതി മനസ്സിലാവുന്നതാണ്. ഫൈനലായിട്ട് ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിലൂടെ നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വ്യക്തമായിട്ട് മനസ്സിലാവണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫ്രണ്ട് പാർട്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രണ്ട് പാർട്ട് കൂടി കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഇനി ഇത് തയ്ക്കാനായിട്ട് നമുക്ക് ടൈലറിങ് ഷോപ്പുകളിൽ പോവേണ്ട ആവശ്യമേ വരണില്ല. ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് വയ്ക്കുന്ന പീസ് 2.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. അടുത്ത ഭാഗത്ത് 1.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.
അത് കാണുക, അതിനുശേഷം ഒന്ന് കട്ട് ചെയ്യുക. അടുത്ത ദിവസം വരാം. താങ്ക്